ഗ്രാഫ് തിയറി സെക്ഷൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു ഗ്രാഫ്, അതിൻ്റെ ഡെഫിനിഷന്, കുറച്ച് എക്സാമ്പിൾസ്, അതുപോലെ ഗ്രാഫ് തിയറി റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് രണ്ട് ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ഗ്രാഫും സെയിം ആണോ, ഒന്ന് തന്നെയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് അത് ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള രണ്ട് ഗ്രാഫുകൾ നോക്കാം. ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഉണ്ട്, ജി ഡാഷ് എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഉണ്ട്. ജി എന്ന് പറയുന്ന ഗ്രാഫിന്റെ വെർട്ടിസസ് ആണ് V1, V2, V3, V4, V5. ജി ഡാഷ് എന്ന് പറയുന്ന ഗ്രാഫിന്റെ വെർട്ടിസസുകളാണ് V1 ഡാഷ്, V2 ഡാഷ്, V3 ഡാഷ്, V4 ഡാഷ്, V5 ഡാഷ്. അപ്പൊ ജി എന്ന് പറയുന്ന ഗ്രാഫിലും ജി ഡാഷ് എന്ന് പറയുന്ന ഗ്രാഫിലും 5 വീതം വെർട്ടിസസുകൾ ഉണ്ട്. അതുപോലെ തന്നെ എത്ര എഡ്ജുകൾ ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5. ഇതിലും 1, 2, 3, 4, 5. രണ്ടിലും 5 എഡ്ജുകളാണുള്ളത്. ജിയിലും ജി ഡാഷിലും 5 വീതം വെർട്ടിസസുകളും 5 വീതം എഡ്ജുകളും ഉണ്ട്. അപ്പൊ ഈ രണ്ട് ഗ്രാഫ് ജിയും ജി ഡാഷും ഒന്നാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ഗ്രാഫ് വരച്ച രീതി അനുസരിച്ച് ഇത് രണ്ടും ഒറ്റ നോട്ടത്തിൽ ഡിഫറൻ്റ് ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും നമ്മൾ ഇതിനൊന്നും കൂടെ അനലൈസ് ചെയ്ത് നോക്കാം. ഇവിടെ ജി ഡാഷ് എന്ന് പറഞ്ഞ രണ്ട് ഗ്രാഫ്, അതിന്റെ എഡ്ജുകൾ നമ്മൾ മാർക്ക് ചെയ്യാം. V1 എന്ന് V2ലേക്കുള്ള എഡ്ജ് നമ്മൾ E1 എന്ന് മാർക്ക് ചെയ്തു. V2ൽ നിന്ന് V3ക്കുള്ളത് E2 എന്നും, V3യിൽ നിന്ന് V4ലേക്കുള്ളത് E3 എന്നും, V4ൽ നിന്ന് V5ലേക്കുള്ളത് E4 എന്നും, V5ൽ നിന്ന് V1ലേക്കുള്ളത് E5 എന്നും മാർക്ക് ചെയ്യാം. അതുപോലെ ഇവിടെയും ജി ഡാഷ് എന്ന് പറഞ്ഞ ഗ്രാഫിന് കറസ്പോണ്ടിങ് എഡ്ജുകൾ E1 ഡാഷ്, E2 ഡാഷ്, E3 ഡാഷ്, E4 ഡാഷ്, E5 ഡാഷ് എന്ന് മാർക്ക് ചെയ്യാം. ഈ രണ്ട് ഗ്രാഫും സെയിം ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു റിലേഷൻ, ഒരു ഫൈ എന്നുള്ള, തൽക്കാലം അതിനെ പി കൊണ്ട് ഡിനോട്ട് ചെയ്യാണ്, ഫൈ എന്നുള്ള ഒരു റിലേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നു. ഫൈ ഓഫ് V1 എന്ന് പറയുന്ന ഈ ഒരു വെർട്ടിസസിനെ നമ്മൾ ചെയ്യാൻ പോകുന്നത് V1 ഡാഷിലേക്ക് മാപ്പ് ചെയ്യാം. V1 ഡാഷ്. അതുപോലെ V2 എന്ന് പറയുന്ന വെർട്ടിസസിനെ V2 ഡാഷിലേക്ക് മാപ്പ് ചെയ്യാം. V3 എന്ന് പറയുന്ന വെർട്ടിസസിനെ V3 ഡാഷിലേക്ക് മാപ്പ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഇവിടെ V1 എന്ന് പറയുന്ന വെർട്ടിസസ് ഉണ്ട്. ഈ V1 എന്ന് പറയുന്ന വെർട്ടിസസിനെ നമ്മൾ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? V1നെ നേരെ V1 ഡാഷിലേക്ക് മാർക്ക് ചെയ്തു. അതുപോലെ V2നെ V2 ഡാഷിലേക്ക് മാപ്പ് ചെയ്തു. V3 ഡാഷിലേക്ക് മാപ്പ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് അതുപോലെ ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്യാം. ഏതുപോലെ? V4നെ P ഓഫ് V4 ഈക്വൽ ടു V4 ഡാഷ്. അങ്ങനെ എല്ലാ വെർട്ടിസസിനെയും മാപ്പ് ചെയ്ത് കഴിയുമ്പോൾ P ഓഫ് V4 ഈക്വൽ ടു P of V4 equal to V4 dash, P of V5 equal to V5 dash. നോക്കൂ, ഇവിടെ 5 വെർട്ടിസസുകളുണ്ട് ജി എന്ന് പറയുന്ന ഗ്രാഫിൽ. ജി ഡാഷിലും 5 വെർട്ടിസസുകളുണ്ട്. അപ്പോൾ പി എന്ന് പറയുന്ന ഒരു മാപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ V1 എന്ന് പറയുന്ന വെർട്ടിസസിനെ V1 ഡാഷിലേക്ക് മാപ്പ് ചെയ്യാം. V2 എന്ന് പറയുന്ന വെർട്ടിസസിനെ V2 ഡാഷിലേക്ക് മാപ്പ് ചെയ്യാം. V3 എന്ന് പറയുന്ന വെർട്ടിസസിനെ V3 ഡാഷിലേക്ക് മാപ്പ് ചെയ്യാം. V4 എന്ന് പറയുന്ന വെർട്ടിസസിനെ V4 ഡാഷിലേക്ക് മാപ്പ് ചെയ്യാം. V5 എന്ന് പറയുന്ന വെർട്ടിസസിനെ V5 ഡാഷിലേക്ക് മാപ്പ് ചെയ്യാം. അതാണ് P എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫൈ എന്ന് പറയുന്ന ഒരു മാപ്പിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അപ്പോൾ രണ്ടിലുള്ള വെർട്ടിസസുകൾ എന്താണ്? സെയിം ആണ്. രണ്ടിലും 5 വെർട്ടിസസുകളാണുള്ളത്. ഓരോ വെർട്ടിസസിനും ഓരോ വെർട്ടിസസിലേക്ക് നമ്മൾ ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്തു. ഇനി അതുപോലെ എഡ്ജ് നോക്കുക. എന്താണ് എഡ്ജ് തമ്മിലുള്ള റിലേഷൻ വരിക? ഇവിടുത്തെ ആദ്യത്തെ എഡ്ജ് എന്താണ് വരിക? അല്ലെ, E1 എന്ന് പറഞ്ഞ എഡ്ജ് ഉണ്ട്.
E1 എന്ന് പറഞ്ഞ എഡ്ജ് ഏത് രണ്ട് വെർട്ടിസസുകൾ തമ്മിലാണ്? V1ഉം V2ഉം തമ്മിലുള്ള എഡ്ജാണ് E1. സോ നമുക്കെന്ത് ഒരു തീറ്റ തൽക്കാലം നമുക്കതിനെ T എന്നുള്ളത് കൊണ്ട് ഡിനോട്ട് ചെയ്യാം. T ഓഫ് E1 ഈക്വൽ ടു, നമ്മൾ അതിനെ ഏതിലേക്ക് മാപ്പ് ചെയ്തു? E1 എന്ന് പറഞ്ഞാൽ V1ഉം V2ഉം തമ്മിലുള്ള മാപ്പാണ്. അപ്പൊ ഈ E1 എന്ന് പറഞ്ഞ എഡ്ജിന്റെ ഒരു വെർട്ടെക്സ് V1 ആണ്, എൻഡ് വെർട്ടെക്സ്. ഈ V1ന് കറസ്പോണ്ടിങ് ആയിട്ട് G' എന്ന് പറയുന്ന ഗ്രാഫിലുള്ള എൻഡ് വെർട്ടിസസുകൾ ഏതാണെന്ന് നോക്കുക. V1ന് കറസ്പോണ്ടിങ് ആയിട്ട് P ഓഫ് V1 ഈക്വൽ ടു V1' ആണ്. V2ന് കറസ്പോണ്ടിങ് ആയിട്ട് P ഓഫ് V2 ഈക്വൽ ടു V2' ആണ്. അപ്പോൾ E1 എന്ന് പറഞ്ഞ എഡ്ജിന്റെ രണ്ട് എൻഡ് വെർട്ടിസസുകളായ V1ഉം V2നും കറസ്പോണ്ടിങ് ആയിട്ട് G' എന്ന് പറയുന്ന ഗ്രാഫിലുള്ള എൻഡ് വെർട്ടിസസുകൾ V1' V2' ആണ്. അതുകൊണ്ട് തന്നെ ഈ V1ഉം V2ഉം കണക്ട് ചെയ്യുന്ന എഡ്ജായ E1 V1' V2' തമ്മിൽ കണക്ട് ചെയ്യുന്ന എഡ്ജായ E1' മാപ്പ് ചെയ്യാം. E1'. അതുപോലെ തന്നെ തീറ്റ ഓഫ് E2 ഈക്വൽ ടു E2 എന്ന് പറയുന്ന എഡ്ജ് കൺസിഡർ ചെയ്യുക. G എന്ന് പറയുന്ന ഗ്രാഫിന്റെ E2 എന്ന് പറയുന്ന എഡ്ജ് കൺസിഡർ ചെയ്യുക. എന്താണ് E2ന്റെ എൻഡ് വെർട്ടിസസുകൾ വരുന്നത്? V2ഉം V3ഉം ആണ് E2 എന്ന് പറയുന്ന എഡ്ജിന്റെ എൻഡ് വെർട്ടിസസുകളായിട്ട് വരുന്നത്. V2നും V3ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടിസസുകൾ G' ഏതൊക്കെയാണെന്ന് നോക്കുക. P ഓഫ് V2 ഈക്വൽ ടു V2' ആണ്. P ഓഫ് V3 ഈക്വൽ ടു V3' ആണ്. അതുകൊണ്ട് V2നും V3ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻഡ് വെർട്ടിസസുകൾ G' എന്ന് പറയുന്ന ഗ്രാഫിൽ എവിടെയാണ്? V2'ഉം V3'ഉം ആണ്. ഈ V2'ഉം V3'ഉം കണക്ട് ചെയ്യുന്ന എഡ്ജാണ് E2'. അതുകൊണ്ട് തന്നെ ഈ E2 എന്ന് പറയുന്ന എഡ്ജ് എങ്ങോട്ട് മാപ്പ് ചെയ്യാം? E2' മാപ്പ് ചെയ്യാം. അതുപോലെ T ഓഫ് E3 എന്താവും? E3 എന്ന് പറയുന്ന എഡ്ജ് ഇവിടെ നിങ്ങൾക്ക് നോക്കാം. E3 എന്ന് പറയുന്ന എഡ്ജ് V3യും V4ഉം കണക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് G' വരുന്നത് V3'ഉം V4'ഉം ആണ്. അപ്പൊ അതിന് ഈ V3'ഉം V4'ഉം എൻഡ് വെർട്ടിസസ് ആയിട്ട് വരുന്ന എഡ്ജ് വരുന്നത് E3' ആണ്. അതുപോലെ T ഓഫ് E4 ഈക്വൽ ടു എന്ത് വരും? E4' വരും. T ഓഫ് E5 ഈക്വൽ ടു E5' വരും. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ നമുക്ക് എന്ത് കിട്ടി? രണ്ട് മാപ്പിങ്ങുകൾ കിട്ടി. ഈ മാപ്പിങ്ങിന്റെ പ്രത്യേകത എന്താണ്? P എന്ന് പറയുന്ന ഒരു മാപ്പ് ഉണ്ട്, T എന്ന് പറയുന്ന ഒരു മാപ്പ് ഉണ്ട്, അല്ലെ? ഈ P എന്ന് പറയുന്ന മാപ്പ് എന്താണ്? അതിന്റെ വെർട്ടിക്സ് നിന്ന് G എന്ന് പറയുന്ന ഗ്രാഫിന്റെ വെർട്ടെക്സ് സെറ്റിൽ നിന്ന് G' എന്ന് പറയുന്ന ഗ്രാഫിന്റെ വെർട്ടെക്സ് സെറ്റിലേക്കുള്ള ഒരു മാപ്പാണ്. അതുപോലെ T എന്ന് പറയുന്ന തീറ്റ എന്ന് പറയുന്ന ഈ സെക്കൻഡ് മാപ്പ് നോക്കൂ. ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? G എന്ന് പറയുന്ന മാപ്പിന്റെ എഡ്ജ് സെറ്റിൽ നിന്ന് G' എന്ന് പറയുന്നതിന്റെ എഡ്ജ് സെറ്റിലേക്കുള്ള മാപ്പ്. എന്താണ് ഈ രണ്ട് P എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫൈ എന്ന് നമ്മൾ ഉദ്ദേശിച്ച ഈ മാപ്പിന്റെയും T എന്ന് അല്ലെങ്കിൽ തീറ്റ എന്ന് ഉദ്ദേശിച്ച ഈ മാപ്പിന്റെയും പ്രത്യേകത എന്താണ്? രണ്ടും 1:1:2 ആണ്, അല്ലെ? V1' നിന്ന് V1' മാത്രമേ ഉള്ളൂ. അതുപോലെ ഇതിന്റെ ഡൊമൈൻ എന്താണ് വരിക? P എന്ന് പറയുന്ന നമ്മൾ ഡിനോട്ട് ചെയ്ത മാപ്പിന്റെ ഡൊമൈൻ V1, V2, V3, V4, V5 ആണ് വരിക. ഇവിടെ ഒരു ഈക്വൽ ടു മിസ്സിംഗ് ഉണ്ട്, ശ്രദ്ധിക്കുക. അതുപോലെ ഇതിന്റെ ഡൊമൈൻ റേഞ്ച് എന്താണ് വരിക? V1', V2', V3', V4', V5'. അപ്പൊ ഇതൊരു 1:1:2 മാപ്പിംഗ് ആണ്, ബൈജക്റ്റീവ് മാപ്പിംഗ് ആണ്. അതുപോലെ തന്നെ T എന്ന് പറയുന്ന മാപ്പിംഗ് നോക്കുക. G എന്ന് പറയുന്ന ഗ്രാഫിന്റെ എഡ്ജ് സെറ്റിൽ നിന്ന് G' എന്ന് പറയുന്ന ഗ്രാഫിന്റെ എഡ്ജ് സെറ്റിലേക്കുള്ള ഒരു 1:1:2 ആയിട്ടുള്ള ഒരു മാപ്പിംഗ് ആണ് നമ്മൾ T കൊണ്ട് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ തീറ്റ എന്നുള്ള ഒരു മാപ്പിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് ഇവിടെ ഫൈ എന്നുള്ള ഒരു മാപ്പിംഗ്, വെർട്ടെക്സ് സെറ്റിൽ നിന്ന് വെർട്ടെക്സ് സെറ്റിലേക്കുള്ള ഒരു മാപ്പിംഗ് കിട്ടി. എഡ്ജ് സെറ്റിൽ നിന്ന് എഡ്ജ് സെറ്റിലേക്കുള്ള ഒരു മാപ്പിംഗ് കിട്ടി. എന്താണ് ഈ മാപ്പിംഗിന്റെ പ്രത്യേകത? രണ്ട് മാപ്പും 1:1:2 ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബൈജക്റ്റീവ് മാപ്പിംഗ് ആണ്. അപ്പൊ നമ്മളൊരു പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഒരു ഫൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എവിടെ നിന്നാണ്? ഫൈ ഫ്രം ഏത് ഗ്രാഫിൽ നിന്നാണ്? G എന്ന് പറഞ്ഞ ഗ്രാഫിന്റെ വെർട്ടെക്സ് സെറ്റ് G ഓഫ് വിയിൽ നിന്ന് ഏതിലേക്കുള്ള ഗ്രാഫാണ് നമുക്ക് വേണ്ടത്? ഫ്രം G ഓഫ് വി നിന്ന് G' അല്ലെ? G' ഗ്രാഫിന്റെ വെർട്ടെക്സ് സെറ്റിലേക്ക് G' ഓഫ് വിയിലേക്കുള്ള ഒരു മാപ്പാണ് ഫൈ എന്ന് പറയുന്നത്.
ഈ മാപ്പിന്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു ഫംഗ്ഷന്റെ ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? അത് 1 1 ആണ്, ഓൺ 2 ആണ്. ജി ഓഫ് ഈ ഡൊമൈനിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ് വരിക? വെർട്ടെക്സ് സെറ്റുകൾ V1, V2, V3, V4, V5. ഡൊമൈനിൽ റേഞ്ചിൽ ഏതൊക്കെയാണ് വരിക? ജി ഡാഷിലുള്ള വെർട്ടെക്സ് സെറ്റുകൾ V1 ഡാഷ്, V2 ഡാഷ്, V3 ഡാഷ്, V4 ഡാഷ്, V5 ഡാഷ്, ഇതിലേക്കുള്ള ഒരു മാപ്പിംഗ്. അതെന്താണ്? 1 1 ഓൺ 2 ആയിട്ടുള്ള ഒരു മാപ്പിംഗ്. അതുപോലെ തന്നെ നമ്മളുടെ വേറൊരു മാപ്പിംഗ് നമ്മൾ ഡിഫൈൻ ചെയ്തത് തീറ്റ എന്ന് പറയുന്ന മാപ്പിംഗ്. ടി കൊണ്ട് ഡിനോട്ട് ചെയ്യാം വേണമെങ്കിൽ തീറ്റ. അത് എവിടുന്നാണ്? ജി എന്ന് പറയുന്ന ഗ്രാഫിന്റെ എഡ്ജ് സെറ്റിൽ നിന്നും എവിടേക്കുള്ള മാപ്പിംഗ് ആണ്? ജി ഡാഷ് എന്ന് പറയുന്ന ഗ്രാഫിന്റെ എഡ്ജ് സെറ്റിലേക്ക്, ജി ഡാഷ് എന്ന് പറയുന്ന ഗ്രാഫിന്റെ എഡ്ജ് സെറ്റിലേക്കുള്ള മാപ്പിംഗ് ആണ് ജി ഡാഷ് ഓഫ് ഇ. ഇങ്ങനെയുള്ള രണ്ട് മാപ്പിംഗ് നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഈ രണ്ട് ഫൈ എന്ന് പറയുന്ന മാപ്പും തീറ്റ എന്നുള്ള മാപ്പും ബൈജക്റ്റീവ് മാപ്പിംഗ്സ് ആണ്, അല്ലെങ്കിൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് ആണ്. 1 1 ഓൺ 2 ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. ഇനി ഇതിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. എന്താണെന്നറിയോ? ഈ മാപ്പിംഗിൽ ഈ E1 എന്ന് പറയുന്ന ഒരു എഡ്ജ് മാപ്പ് ചെയ്തിട്ടുള്ള എവിടേക്കാണ്? ടി ഓഫ് E1 ഈക്വൽ ടു E1 ഡാഷിലേക്കാണ് അല്ലെ? ഇതിന്റെ പ്രത്യേകത നോക്കൂ. ഈ E1 എന്നുള്ളതിന്റെ ഇൻസിഡന്റ് റിലേഷൻ എന്തൊക്കെയാ വരിക? സെറ്റ് V1 V2 ആണ്. ഇൻസിഡന്റ് റിലേഷൻ എന്തായിരുന്നു? ആ ഒരു എഡ്ജ് ഏത് രണ്ട് വെർട്ടെക്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇൻസിഡന്റ് റിലേഷൻ. ഈ V1ന്റെ ഇൻസിഡന്റ് റിലേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ IG ഓഫ് E1 എന്താണ് വരിക? IG ഓഫ് E1 എന്ത് വരും? IG ഇൻസിഡന്റ് റിലേഷൻ ഓഫ് G ഓഫ് വെർട്ടെക്സ് V1 ഈക്വൽ ടു സെറ്റ് എന്ത് വരും? സോറി, ഇൻസിഡന്റ് റിലേഷൻ ഫോർ ആൻ എഡ്ജ് E1 ഈക്വൽ ടു എന്ത് വരും? സെറ്റ് V1, V2. ഇനി ഈ E1ന് കറസ്പോണ്ടിങ് ആയിട്ട് G ഡാഷ് എന്ന് പറയുന്ന ഗ്രാഫിലെ എഡ്ജ് ഏതാണ്? E1 ഡാഷ് ആണ് അല്ലെ? നമുക്കറിയാം T ഓഫ് E1 ഈക്വൽ ടു E1 ഡാഷ് ആണ്. ഈ E1 ഡാഷിന്റെ എന്ന് പറയുന്ന സെറ്റിന്റെ ഇൻസിഡന്റ് റിലേഷൻ എന്താ വരിക? IG ഡാഷ് ഓഫ് E1 ഡാഷ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? G ഡാഷ്, G1 ഡാഷ് അല്ല, G ഡാഷ് എന്ന് പറഞ്ഞ ഗ്രാഫിന്റെ ഇൻസിഡന്റ് റിലേഷൻ ഓഫ് ദ എഡ്ജ് E1 ഡാഷ് എന്താണ് വരിക? ഇതിന്റെ എൻഡ് വെർട്ടിസസുകളാണ്. എന്തൊക്കെയാണ് ഇതിന്റെ എൻഡ് വെർട്ടിസസ് വരുന്നത്? E1 ഡാഷ് എന്ന് പറയുന്ന എഡ്ജിന്റെ എൻഡ് വെർട്ടിസസ് വരുന്നത് ഒന്ന് V1 ഡാഷ് ആണ്, വേറൊന്ന് V2 ഡാഷ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ നമ്മളുടെ ഫസ്റ്റ് മാട്രിക്സിന്റെ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഗ്രാഫിന്റെ G എന്ന് പറയുന്ന ഗ്രാഫിന്റെ E1 എന്ന് പറഞ്ഞ എഡ്ജിന്റെ ഇൻസിഡന്റ് റിലേഷൻ V1 ആൻഡ് V2 ആണ്. G ഡാഷ് എന്ന് പറഞ്ഞ ഗ്രാഫിന്റെ E1 ഡാഷ് എന്ന് പറയുന്ന എഡ്ജിന്റെ ഇൻസിഡന്റ് റിലേഷൻ V1 ഡാഷും V2 ഡാഷും ആണ്. V2 ഡാഷ് ആണ്. ഇനി എന്താണ് മാപ്പിംഗ്? ഈ E1 എവിടേക്കാണ് മാപ്പ് ചെയ്യുന്നത്? നമ്മളുടെ ഈ ഒരു റിലേഷൻ അനുസരിച്ച് E1 എന്ന് പറയുന്നത് E1 ഡാഷിലേക്ക് മാപ്പ് ചെയ്യുന്നു. ഈ E1 ഡാഷിലേക്ക് മാപ്പ് ചെയ്യുന്ന ഇൻസിഡന്റ് റിലേഷൻ നമുക്ക് കിട്ടിയല്ലോ. ഇതിന് നമുക്ക് എന്തായിട്ട് എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു ഒന്ന് V1 ഡാഷ് ആണ്. എന്തായിരുന്നു V1 ഡാഷ് വരുന്നത്? സോറി, അല്ല, നമുക്ക് സോ IG ഡാഷ് ഓഫ് E1 ഡാഷ് ഈക്വൽ ടു V1 V2. ഇതിനെ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? ദിസ് ഇസ് ഈക്വൽ ടു സെറ്റ് V1 ഡാഷ്. എന്താണ് V1 ഡാഷ് വരുന്നത്? നമ്മുടെ റിലേഷൻ അനുസരിച്ച് V1 ഡാഷ് ഈക്വൽ ടു P ഓഫ് V1 ആണ് അല്ലെ? P ഓഫ് V1 എന്ന് എഴുതാൻ പറ്റും. കോമ V2 ഡാഷ് എന്താണ് വരുന്നത്? P ഓഫ് V2 ആണ്. ഇങ്ങനെ എഴുതാൻ പറ്റിയത് കൊണ്ട് നമുക്ക് എന്താ ഇതിന് മനസ്സിലാവുന്നത്? ഈ രണ്ട് ഗ്രാഫും സെയിം ഗ്രാഫ് തന്നെയാണ്. എന്താണ് ഇതിലുള്ള മാറ്റം? ജിയും G ഡാഷും തമ്മിലുള്ള മാറ്റം രണ്ട് രീതിയിൽ അതിന്റെ പിക്ചർ വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. V1 എന്ന് പറഞ്ഞ വെർട്ടെക്സിന് പകരം ഇവിടെ V1 ഡാഷ് എന്ന് പറഞ്ഞ വെർട്ടെക്സ് ഉണ്ട്. V1 എന്ന് പറഞ്ഞ വെർട്ടെക്സിന് V2ൽക്കും V5ൽക്കും രണ്ട് റിലേഷൻ ഉണ്ട്, എഡ്ജുകൾ ഉണ്ട്, E1 E5 എന്ന് പറഞ്ഞിട്ട്. കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയും എന്താണ്? V2 ഡാഷിലേക്കും V5 ഡാഷിലേക്കും
E1 ഡാഷ് എന്ന് പറഞ്ഞ E5 ഡാഷ് എന്ന് പറഞ്ഞ രണ്ട് എഡ്ജുകളുണ്ട്. അപ്പൊ ഈ രണ്ട് ഗ്രാഫുകൾ ജിയും ജി ഡാഷും ഓൾമോസ്റ്റ് നല്ല സെയിം ഗ്രാഫുകൾ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇത് ഐസോമോർഫിക് ഗ്രാഫ്സ് ആണ്. ജിയും ജി ഡാഷും എന്താണെന്ന് നമുക്കറിയാം, ഐസോമോർഫിക് ആണ്. ഈ രണ്ട് ഗ്രാഫുകൾ തമ്മിൽ ഒരു ഐസോമോർഫിസം നമുക്ക് ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണ് ആ ഐസോമോർഫിസം ഡിഫൈൻ ചെയ്യാം? അങ്ങനെ ഒരു ഐസോമോർഫിസം ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് ഫങ്ഷൻസ് വേണം. ഫൈ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനും തീറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷനും. എന്തായിരിക്കണം ഈ ഫംഗ്ഷന്റെ പ്രത്യേകതകൾ? രണ്ട് ഫംഗ്ഷനും 1 ആൻഡ് 2 അല്ലെങ്കിൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കണം. ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. എന്താ കണ്ടീഷൻ? ഈ ഫസ്റ്റ് ഗ്രാഫിലെ ജി എന്ന് പറയുന്ന ഗ്രാഫിന്റെ ഒരു E1 എന്ന് പറഞ്ഞ വെർട്ടെക്സിൽ എടുത്തു കഴിഞ്ഞാൽ ആ വെർട്ടെക്സ് മാപ്പ് ചെയ്യുന്ന ടി ഓഫ് E1 ഈക്വൽ ടു E1 ഡാഷ് ആണ് അല്ലെ. ആ E1 ഡാഷിന്റെ ഇൻസിഡന്റ് മെട്രിക്സുകൾ എന്തായിരിക്കണം? കറസ്പോണ്ടിങ് ഇൻസിഡന്റ് മെട്രിക്സുകൾ E1ന്റെ ഇൻസിഡന്റ് മെട്രിക്സ് V1 V2 ആണെങ്കിൽ E1 ഡാഷിന്റെ ഇൻസിഡന്റ് മെട്രിക്സ് എന്തായിരിക്കണം? ഈ V1 മാപ്പ് ചെയ്യുന്ന P ഓഫ് E1 എന്ന് പറയുന്ന വെർട്ടെക്സ് ആയിരിക്കണം. അതുപോലെ V2 മാപ്പ് ചെയ്യുന്ന P ഓഫ് V2 എന്ന് പറഞ്ഞ വെർട്ടെക്സ് ആയിരിക്കണം. അപ്പൊ എന്താണ് ഇതിന്റെ ഫോർമൽ ഡെഫിനിഷൻ? അതും കൂടെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ഐസോമോർഫിസം. നമുക്ക് രണ്ട് ഗ്രാഫുകൾ ഉണ്ടായിരുന്നു. ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫ്, എച്ച് എന്ന് പറയുന്ന ഗ്രാഫ്. അതിൽ ജി എന്ന് പറഞ്ഞ ഗ്രാഫിന്റെ വെർട്ടെക്സ് സെറ്റ് ആണ് പി ഓഫ് ജി, എഡ്ജ് സെറ്റ് ആണ് ഇ ഓഫ് ജി, ഇൻസിഡന്റ് റിലേഷൻ ആണ് ഐ ജി. എച്ച് എന്ന് പറഞ്ഞ ഗ്രാഫിന്റെ വെർട്ടെക്സ് സെറ്റ് ആണ് വി ഓഫ് എച്ച്, എഡ്ജ് സെറ്റ് ആണ് ഇ ഓഫ് എച്ച്, ഇൻസിഡന്റ് റിലേഷൻ ആണ് ഐ എച്ച്. എന്താണ് ഇൻസിഡന്റ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഡ്ജ് ഏത് രണ്ട് വെർട്ടെക്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നു എന്നുള്ള റിലേഷന്റെ സെറ്റുകളെയാണ് നമ്മൾ ഇൻസിഡന്റ് റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഐസോമോർഫിസം, ഗ്രാഫ് ഐസോമോർഫിസം ഫ്രം ജി ടു എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു പെയർ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഫൈ എന്ന് പറയുന്ന തീറ്റ എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസിന്റെ ഒരു പെയർ ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. എങ്ങനെ? ഫൈ ഫ്രം വി ഓഫ് ജി ടു വി ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ജി എന്ന് പറയുന്ന ഗ്രാഫിന്റെ വെർട്ടെക്സ് സെറ്റിൽ നിന്ന് എച്ച് എന്ന് പറയുന്ന ഗ്രാഫിന്റെ വെർട്ടെക്സ് സെറ്റിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഫൈ. തീറ്റ എന്താണ്? ജി എന്ന് പറഞ്ഞ ഗ്രാഫിന്റെ എഡ്ജ് സെറ്റിൽ നിന്നും എച്ച് എന്ന് പറഞ്ഞ ഗ്രാഫിന്റെ എഡ്ജ് സെറ്റിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. എന്താ ഈ രണ്ട് ഫംഗ്ഷന്റെയും പ്രത്യേകത? ദേ ആർ ബൈജക്റ്റീവ്. അവരെന്താണ്? ആ ഗ്രാഫുകൾ 1 1 on 2 ആയിട്ടുള്ള രണ്ട് ഫംഗ്ഷൻസ് ആണ്. ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്ത പോലെ എന്തായിരുന്നു? ഫൈ എന്ന് പറയുന്ന ഗ്രാഫാണ്, ഫംഗ്ഷൻ ആണ് ഈ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഈ സ്ക്വയറിൽ മാർക്ക് ചെയ്ത് ഇതാണ് ഫൈ എന്ന് പറയുന്ന സാധനം. തീറ്റ എന്ന് പറയുന്നതാണ് ഈ മാർക്ക് ചെയ്തേക്കുന്നത്. ഈ ഒരു ഫംഗ്ഷൻ ആണ് തീറ്റ. എഡ്ജ് സെറ്റിൽ നിന്ന് എഡ്ജ് സെറ്റിലേക്കുള്ള മാപ്പിംഗ്. രണ്ട് ഫൈയും തീറ്റയും 1 1 and 2 ആണ്. ഒരു പ്രോപ്പർട്ടിയും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. ഐസോമോർഫിസം ആണ്. എന്താണ് ഉദ്ദേശിച്ചത്? ഐ ജി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ജി എന്ന് പറഞ്ഞ ഗ്രാഫിലെ ഒരു എഡ്ജിന്റെ ഇൻസിഡന്റ് റിലേഷൻ യു വി ആണ്. എപ്പോ? ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താവണം? ഐ എച്ച് ഓഫ് തീറ്റ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇ എന്ന് പറയുന്ന എഡ്ജ് എച്ചിലേക്ക് എവിടെയാണോ മാപ്പ് ചെയ്തത് അതാണല്ലോ തീറ്റ ഓഫ് ഇ അല്ലെ. ഇവിടുത്തെ ഇക്ക് പകരം E1 ആയിട്ട് കൺസിഡർ ചെയ്യുക. എന്താണ് E1? ഫസ്റ്റ് ജി എന്ന് പറഞ്ഞ ഗ്രാഫിലെ ഈ ഒരു വെർട്ടെക്സ് എഡ്ജ് ആണ് E1. തീറ്റ ഓഫ് E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു E1 ജി ഡാഷ് എന്ന് പറഞ്ഞ ഗ്രാഫിൽ എവിടേക്കാണോ മാപ്പ് ചെയ്തത് ഇവിടെ E1 ഡാഷിലേക്കാണ്. അതാണ് തീറ്റ ഓഫ് E1 എന്ന് പറയുന്ന സാധനം. അപ്പൊ എന്താവണം? ഈ തീറ്റ ഇ എന്ന് പറഞ്ഞ സാധന എഡ്ജിന്റെ എൻഡ് വെർട്ടിസസ് യുവും വിയും ആണെങ്കിൽ തീറ്റ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ E1 ഡാഷ് എന്ന് പറഞ്ഞ എന്റെ എൻഡ് വെർട്ടിസസ് ആവണം എന്താവണം? ഫൈ ഓഫ് യുവും ഫൈ ഓഫ് വിയും ആവണം. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ എന്താവണം? ഈ V1 എവിടേക്കാണോ മാപ്പ് ചെയ്തത് അത് തന്നെയാണോ അതിന്റെ ഫസ്റ്റ് ഇൻഡിസസ്. ഈ V2 എന്ന് പറയുന്ന സാധനം ഏതിലേക്കാണോ മാപ്പ് ചെയ്തത് ഇവിടെ V2 ഡാഷിലേക്കാണ്. അത് തന്നെയാവണം അതിന്റെ ഇൻഡിസസിലെ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുതിയതാണ് അതിന്റെ ഉദ്ദേശം. E1 ഡാഷിന്റെ ഇൻഡിസസ് വെർട്ടിസസ് V1 ഡാഷും V2 ഡാഷും ആവണം. ഇങ്ങനെ എല്ലാ എഡ്ജുകൾക്കും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ഐസോമോർഫിക് ആണ്. ആ രണ്ട് ഗ്രാഫുകൾ തമ്മിൽ ഐസോമോർഫിക് ആണ്. ഈ പറഞ്ഞതൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം. E1 ഈസ് ആൻ എഡ്ജ് വിത്ത് വെർട്ടിസസ് U1 ആൻഡ് V1 ആണെങ്കിൽ ജിയില് കറസ്പോണ്ടിങ് എഡ്ജ് E2 ഇൻ എച്ച് എന്താവണം? ഹാസ് എൻഡ് പോയിന്റ്സ് U2 ആവണം. ഈ U2 എന്താവണം? ഫൈ ഓഫ് U1 ആവണം. U1 എന്ന് പറഞ്ഞ വെർട്ടിസസ്
നമ്മളുടെ മാപ്പിംഗ് അനുസരിച്ച് ഫൈ എന്ന് പറഞ്ഞ മാപ്പിംഗ് അനുസരിച്ച് അത് എവിടേക്കാണ് മാപ്പ് ചെയ്തിട്ടുള്ളത്, U2ലേക്കാണ് മാപ്പ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ ആവണം U2 ഈക്വൽ ടു ഫൈ ഓഫ് U1 ആൻഡ് V2 ഈക്വൽ ടു ഫൈ ഓഫ് V1 ആവണം. ഇങ്ങനെയുള്ള ഒരു പെയറിനെ, ഏതിന്റെ പെയറാണ്, തീറ്റന്റെയും ഫൈന്റെയും പെയറിനെയാണ് നമ്മൾ എന്ത് പറയാ, ഐസോമോർഫിസം എന്ന് പറയാം. ഗ്രാഫ് ഐസോമോർഫിസം എന്ന് പറയാം. അപ്പൊ എന്താണ് ഗ്രാഫ് ഐസോമോർഫിസം? ജിയിൽ നിന്ന് എച്ചിലേക്കുള്ള ഒരു ഐസോമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെയർ ഫൈ തീറ്റയാണ്. ഫൈ ഫ്രം വി ഓഫ് ജി ടു വി ഓഫ് എച്ച്, വെർട്ടെക്സ് സെറ്റ് ഓഫ് ജി ടു വെർട്ടെക്സ് സെറ്റ് ഓഫ് എച്ച് ആണ്. തീറ്റ ഫ്രം എഡ്ജ് സെറ്റ് ഓഫ് ജി ടു എഡ്ജ് സെറ്റ് ഓഫ് എച്ച് ആണ്. അത് ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് ആണ്. സച്ച് ദാറ്റ് ഐ ജി ഓഫ് ഇ ഈക്വൽ ടു യു വി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഐ ജി ഓഫ് തീറ്റ ഓഫ് ഇ ഈക്വൽ ടു ഫൈ ഓഫ് യു ഫൈ ഓഫ് ബി ആയിരിക്കണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം, ഗ്രാഫ് ഐസോമോർഫിസം എന്ന് പറയാം. ഇനി കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ എത്ര വെർട്ടെക്സുകൾ ഉണ്ട്? 4 വെർട്ടെക്സ് ഉണ്ട് അല്ലെ? ഈ ഗ്രാഫിന് 4 വെർട്ടെക്സുകൾ ഉണ്ട്. 1 2 3 4. എത്ര എഡ്ജുകൾ ഉണ്ട്? 5 എഡ്ജുകൾ ഉണ്ട്. 1 2 3 4 5. ഇനി ഈ തന്നേക്കുന്ന ഗ്രാഫുമായിട്ട് ഇവിടെയുള്ള ഗ്രാഫുകളൊക്കെ ഐസോമോർഫിക് ആണോ? നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ആണോ അല്ലേ? നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം. ഈ 2 ഗ്രാഫുകൾ കൺസിഡർ ചെയ്യാം. എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ എഡ്ജിനും കൂടെ ഡിനോട്ട് ചെയ്യാം. E1 E2 E3 E4 E5 എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഗ്രാഫ് ജി എന്ന് പറയുന്ന ഗ്രാഫ് ഉണ്ട്. ഈ ജി എന്ന് പറയുന്ന ഗ്രാഫിന്റെ 4 വെർട്ടെക്സുകൾ V1 V2 V3 V4 എന്ന് ഡിനോട്ട് ചെയ്തു. അത് ബ്ലാക്ക് ലെറ്റേഴ്സ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ എഡ്ജുകൾ 5 എഡ്ജുകൾ ഉള്ളത് ബ്ലൂ ലെറ്റേഴ്സ് കൊണ്ട് E1 E2 E3 E4 E5 എന്ന് ഡിനോട്ട് ചെയ്തു. അതുപോലെ സെക്കൻഡ് ഗ്രാഫില് ഈ ഫസ്റ്റ് ഇവിടുത്തെ ഈ വെർട്ടെക്സ് നമ്മൾ ഇതൊരു G1 എന്നുള്ള ഈ G1 എന്നുള്ളതാണ് ഈ ഗ്രാഫ്. ഇവിടെ കാണുന്ന G1 എന്നുള്ളതാണ് ഗ്രാഫിന്റെ പേര് കൊടുത്തേക്കുന്നത്. അതിന് വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു ഷെയ്ഡ് കൊടുക്കാം. ഈ G1 എന്നുള്ളതാണ് ഈ ഒരു ഗ്രാഫിന്റെ പേരായിട്ട് കൊടുത്തത്. G1ന്റെ വെർട്ടിസസുകളാണ് G1 V1 G1 V2 G1 V3 G1 V4. ഈ 2 ഗ്രാഫുകൾ തമ്മിൽ ഐസോമോർഫിസം വേണമെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റണം അല്ലെ? എന്തായിരിക്കണം ഫംഗ്ഷൻ? ഫൈ 2 ഫംഗ്ഷൻസ് വേണം. ഫസ്റ്റത്തെ ഫംഗ്ഷൻ ഫൈ ഓഫ് V1 ഈക്വൽ ടു ഒരു എലമെന്റ് വേണം. അതുപോലെ ഫൈ ഓഫ് V2 ഈക്വൽ ടു phi of V3 equal to phi of V4 equal to ഓരോ വെർട്ടിക്സും ജി എന്ന് പറയുന്ന ഗ്രാഫിലെ ഓരോ വെർട്ടിക്സുകളും നമുക്ക് G1 എന്ന് പറഞ്ഞ ഗ്രാഫുമായിട്ട് ഒരു മാപ്പിംഗ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ കളർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് V1 എന്ന് പറഞ്ഞ വെർട്ടെക്സിന്റെ കളർ. അതുപോലെ അത് എന്തിനോടാണ് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റുക? ഇവിടെ നോക്കൂ, V1 നിന്ന് 1 2 3 3 എഡ്ജുകൾ പോകുന്നുണ്ട് അല്ലെ? V1 നിന്ന് 3 എഡ്ജുകൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ V2 നിന്ന് 2 എഡ്ജുകളെ പോകുന്നുള്ളൂ. 2 എഡ്ജുകളേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താണ്? V2 2 വെർട്ടെക്സുകളുമായിട്ട് റിലേഷൻ ഉള്ളൂ. V4 നിന്ന് 3 എഡ്ജുകളുണ്ട്. V3 നിന്ന് 2 എഡ്ജുകളേ ഉള്ളൂ. ഇനി ഇവിടുത്തത് കമ്പയർ ചെയ്ത് നോക്കൂ നിങ്ങൾ. ഇവിടെ 2 എഡ്ജുകളുള്ള പോയിന്റ്സ് വെർട്ടെക്സുകൾ ഏതൊക്കെയാണ്? ഒന്ന് G1 V2 അല്ലെ, 1 2 2 വെർട്ടെക്സ് ഉണ്ട്. വേറെ ഒന്നാണ് G1 V4. ഇതിൽ നിന്നും വെറും 2 എഡ്ജുകൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 2 വെർട്ടെക്സുകളുമായിട്ട് ഇതിന് റിലേഷൻ ഉള്ളൂ. അപ്പൊ നമുക്കൊരു ഐസോമോർഫിസം എങ്ങനെ ചെയ്യാം? ഫൈ ഓഫ് V1 ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? G1 V3 എന്ന് കൊടുക്കാം. G1 V3 G1ലെ തേർഡ് V3 എന്ന് പറഞ്ഞ വെർട്ടെക്സ് ആയിട്ട്. അതുപോലെ തന്നെ ഫൈ ഓഫ് V2 ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? G1 V4 എന്ന് കൊടുക്കാം. ഫൈ ഓഫ് V3 തേർഡ് വെർട്ടെക്സ് ആയിട്ട് ഇതിൽ നിന്ന് 2 എഡ്ജുകളെ പോകുന്നുള്ളൂ. അപ്പൊ അതിൽ നിന്ന് ഒരു ഐസോമോർഫിസം എങ്ങോട്ട് ഡിഫൈൻ ചെയ്യാം? G1 V2 ഒരു റിലേഷൻ G1 V2 ഫൈ ഓഫ് V3 ഈക്വൽ ടു G1 V2 ഡിഫൈൻ ചെയ്യാം. അതുപോലെ തന്നെ ഫൈ ഓഫ് V4 ഈക്വൽ ടു എന്ത് ഡിഫൈൻ ചെയ്യാം? G1 V1. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ജിയിലുള്ള 4 വെർട്ടെക്സിൽ നിന്ന് G1ലേക്കുള്ള 4 വെർട്ടെക്സിലേക്കും നമ്മൾ ഓരോ റിലേഷൻ ഡിഫൈൻ ചെയ്തു. ഫൈ എന്ന് പറഞ്ഞ സാധനം എവിടുന്ന് എങ്ങോട്ട് ഡിഫൈൻ ചെയ്യും? ഫൈ ഫ്രം
G2 G1 ഡിഫൈൻ ചെയ്തു. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? phi of V1 equal to G1 V3, phi of V2 equal to G1 V4, phi of V3 equal to G1 V2, phi of V4 equal to G1 V1 അല്ലേ? ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. ഇനി ഇതുപോലെ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യണം? എഡ്ജുകൾ തമ്മിലുള്ള ഒരു ഫംഗ്ഷനും കൂടെ ഡിഫൈൻ ചെയ്യണം. എഡ്ജുകൾ തമ്മിൽ അത് നമ്മൾ എന്തായിരുന്നു തീറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ തൽക്കാലം ടി എന്ന് ഡിനോട്ട് ചെയ്യാം. ടി ഓഫ് E1 ഫസ്റ്റത്തെ എഡ്ജ് ടി ഓഫ് E1 ഈക്വൽ ടു ഈ E1 എന്ന് പറയുന്ന എഡ്ജ് തമ്മിൽ ഉള്ള ഏതൊക്കെ വെർട്ടിസസുകൾ തമ്മിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? V1 ഉം V2 ആണ്. അപ്പോൾ ടി ഓഫ് E1 എവിടേക്ക് പോകണം? ഈ V1നും V2നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് വെർട്ടിസസുകൾ G1 എന്ന് പറഞ്ഞ ഗ്രാഫിലെ വെർട്ടിസസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതായിരിക്കണം ടി ഓഫ് E1. നിങ്ങൾ നോക്കൂ, V1 എവിടേക്കാണ് പോകുന്നത്? G1 V3യിലേക്കാണ്. G1 V3 അല്ലെ? ഈ G1 V3 എന്ന് പറഞ്ഞ ഇതിലേക്കാണ് പോകുന്നത്. ഇതിലേക്കാണ് V1 പോകുന്നത്. V2 എവിടേക്കാണ് പോകുന്നത്? P of V2, phi of V2 equal to G1 V4ലേക്കാണ്. G1 V4 ഈ റെഡ് ഗ്രീൻ റൗണ്ട്സ് ചെയ്തേക്കുന്ന ഈ രണ്ട് വെർട്ടെക്സ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ എഡ്ജ് ഉണ്ടല്ലോ, ഈ എഡ്ജ് ആയിരിക്കണം എന്ത്? ടി ഓഫ് E1. നമുക്ക് ഇതിന് വേണമെങ്കിൽ ഒരു E1 ഡാഷ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇവിടെ എഴുതാൻ സ്ഥലം ഉണ്ടാവുമോ എന്നുള്ള അറിയില്ല, നമുക്ക് നോക്കാം. E1 ഡാഷ് ബ്ലൂ ലൈനോട്ട് എഴുതാം. E1 ഡാഷ്. അപ്പൊ ടി ഓഫ് E1 എന്താണ്? E1 ഡാഷ് ആണ്. E1 ഡാഷ്. അതുപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റണം? ടി ഓഫ് E2 കണ്ടുപിടിക്കാൻ പറ്റണം. ടി ഓഫ് E3 കണ്ടുപിടിക്കാൻ പറ്റണം. ടി ഓഫ് E4 കണ്ടുപിടിക്കാൻ പറ്റണം. എത്ര എഡ്ജുകൾ ഉണ്ട് ഇവിടെ? E5 കണ്ടുപിടിക്കാൻ പറ്റണം. ടി ഓഫ് E5. അപ്പോൾ നമ്മൾ എന്താ ശരിക്കും ഡിഫൈൻ ചെയ്തേക്കുന്നത്? തീറ്റ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ അല്ലെ? എവിടുന്നാണ്? ജിയുടെ എഡ്ജ് സെറ്റിൽ G of E2 G1 of E ഇതിലേക്ക് ഡിഫൈൻ ചെയ്തു. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ടി ഓഫ് E1 ഈക്വൽ ടു E1 എന്ന് പറഞ്ഞ എഡ്ജ് E1 ഡാഷ് എന്ന് പറഞ്ഞ എഡ്ജിലേക്ക് മാപ്പ് ചെയ്തു. E2 എന്ന് പറഞ്ഞ എഡ്ജ് എടുക്കാൻ മാപ്പ് ചെയ്യപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, E2 എന്ന് പറഞ്ഞ എഡ്ജ് ഏതാണ് അല്ലെ? E2 എന്ന് പറയുന്ന എഡ്ജ് ഏതെല്ലാം കണക്ട് ചെയ്യുന്നതാണ്? V2ഉം V4ഉം കണക്ട് ചെയ്യുന്നതാണ് അല്ലെ? യെല്ലോ കളർ കൊണ്ട് മാർക്ക് ചെയ്യാം. V2ഉം V4ഉം കണക്ട് ചെയ്യുന്നതാണ് E2. അപ്പൊ ഈ E2 എവിടേക്ക് മാപ്പ് ചെയ്യണം? V2 എവിടേക്കാണ് മാപ്പ് ചെയ്തിട്ടുള്ളത്? V2 എന്ന് പറഞ്ഞ വെർട്ടെക്സ് phi of V2 equal to G1 V4 ആണ്. ഏതാണ് G1 V4? ഇത് തന്നെയാണ് G1 V4. ഈ G1 V4 ആണ്. അതുപോലെ V4 എന്ന് പറഞ്ഞ വെർട്ടെക്സ് എവിടേക്കാ മാപ്പ് ചെയ്തിട്ടുള്ളത്? G1 V1ലേക്കാണ്, ഇതിലേക്കാണ്. അപ്പൊ ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന ഈ എഡ്ജിലേക്കാണ് ഏത് മാപ്പ് ചെയ്യേണ്ടത്? E2 എന്ന് പറഞ്ഞ എഡ്ജ് മാപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? E2 എന്ന് പറഞ്ഞ എഡ്ജ് മാപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, E5 എന്ന് പറഞ്ഞ എഡ്ജ് ഉണ്ട്. E5 എന്ന് പറഞ്ഞ എഡ്ജ്, ഈ E5 എന്ന് പറയുന്ന എഡ്ജ് എടുക്കാൻ മാപ്പ് ചെയ്യാം. ഈ E5 എന്ന് പറഞ്ഞ എഡ്ജിന്റെ വെർട്ടിസസുകൾ ഏതൊക്കെയാണ്? V1ഉം V4ഉം ആണ്. അപ്പൊ ഈ V1 എടുക്കാൻ മാപ്പ് ചെയ്തിട്ടുള്ളത് phi of V1 ഈക്വൽ ടു G1 V3ലേക്കാണ് അല്ലെ? G1 V3 V1 മാപ്പ് ചെയ്തിട്ടുള്ളത് G1 V3 G1 V3 ഇത് തന്നെയാണ്. അതുപോലെ V4 എടുക്കാൻ മാപ്പ് ചെയ്തിട്ടുള്ളത് V4 G1 V1ലേക്കാണ്. G1 V1ലേക്കാണ്. അപ്പോൾ ഈ V1ഉം V4ഉം തമ്മിൽ മാപ്പ് ചെയ്യുന്ന E5 എന്ന് പറഞ്ഞ എഡ്ജ് ഇവിടെ എന്ത് മാപ്പ് ചെയ്യണം? G1ഉം G1 V1 G1 V3 എന്ന് പറഞ്ഞ ഈ രണ്ട് വെർട്ടെക്സ് തമ്മിൽ മാപ്പ് ചെയ്യുന്ന ഈ എഡ്ജിലേക്ക് മാപ്പ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് എഴുതി നോക്കാവുന്നതാണ്. ഓരോന്നും എഴുതി നോക്കാവുന്നതാണ്. ഓരോന്നും എഴുതി നോക്കുക. ഏതുപോലെ ഈ റിലേഷൻ ടി ഓഫ് E1 എന്താവും, ടി ഓഫ് E2 എന്താവും, ടി ഓഫ് E3 എന്താവും, ടി ഓഫ് E4 എന്താവും, ടി ഓഫ് E5 എന്താവും. എന്നിട്ട് എന്താണ് നമ്മുടെ ഐസോമോർഫിസം? ഐസോമോർഫിസം ഈസ് എ പെയർ, ഓർഡേർഡ് പെയർ phi, തീറ്റ. phi എന്ന് പറഞ്ഞാൽ എവിടുന്നാണ്? G of Vയിൽ നിന്ന് G1 of Vയിലേക്കുള്ള
11 ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഇതുപോലെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. തീറ്റ എന്താണ്? ജി ഓഫ് ഇയിൽ നിന്ന് G1 ഓഫ് ഇയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഇതുപോലെ. അപ്പൊ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഈ 4 ഗ്രാഫുകളും കൺസിഡർ ചെയ്യാം. നിങ്ങളുടെ PPTയിലുള്ള ഇത് ഒരു G എന്ന് പറഞ്ഞ ഗ്രാഫായിട്ട് കൺസിഡർ ചെയ്യുക. G1, G2, G3. എന്നിട്ട് ഇത് തമ്മിലുള്ള ജിയിൽ നിന്ന് G1ലേക്കുള്ള ഐസോമോർഫിസം, അതാണ് ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടത്, ഈ എഴുതിയത്. കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടില്ല എങ്കിലും കുറച്ചെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ എഴുതി. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, G1ൽ നിന്ന് G2ലേക്കുള്ള ഐസോമോർഫിസം കണ്ടുപിടിക്കുക, G1ൽ നിന്ന് G2ലേക്കുള്ള ഐസോമോർഫിസം കണ്ടുപിടിക്കുക. ഈ ഒരു ഗ്രാഫ് G എന്ന് പറഞ്ഞ ഗ്രാഫിൽ നിന്ന് G3 എന്ന് പറഞ്ഞ ഗ്രാഫിലേക്കുള്ള ഐസോമോർഫിസം കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു ഐസോമോർഫിസം എഴുതുമ്പോൾ നിങ്ങൾ എന്തൊക്കെ എഴുതണം? ഫൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതണം, വെർട്ടെക്സ് സെറ്റിൽ നിന്ന് വെർട്ടെക്സ് സെറ്റിലേക്കുള്ള. തീറ്റ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ എഴുതണം, എഡ്ജ് സെറ്റിൽ നിന്ന് എഡ്ജിലേക്കുള്ള. അപ്പൊ അത് എഴുതണമെങ്കിൽ ഇതിന്റെ ഓരോ വെർട്ടെക്സിനും നിങ്ങൾ പേര് കൊടുക്കുക. V1, V2, V3, V4 ഇതിനും പേര് കൊടുക്കുക, ഇതിന്റെ വെർട്ടെക്സിന് പേര് കൊടുക്കുക, ഇതിന്റെ വെർട്ടെക്സിന് പേര് കൊടുക്കുക. അതുപോലെ ഓരോ എഡ്ജിനും പേര് കൊടുക്കുക. എന്നിട്ട് അതിന്റെ ഐസോമോർഫിസം ഫൈ എന്ന് പറഞ്ഞ ഫംഗ്ഷനും എഴുതുക, തീറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷനും എഴുതുക. അപ്പൊ നമുക്ക് എന്താണ് ഒരു ഐസോമോർഫിസം, അതിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. എന്താണ് കണ്ടീഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞ IG of E of UV if and only if IH of theta of V equal to phi of U phi of V ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ഒരു ഐസോമോർഫിസം ആണ്. അതുപോലെ തന്നെ അടുത്ത എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇവിടെയും 2 ഗ്രാഫ് ഉണ്ട് അല്ലെ, G എന്ന് പറയുന്ന H എന്ന് പറയുന്ന ഗ്രാഫ്. G എന്ന് പറഞ്ഞ ഗ്രാഫിന്റെ വെർട്ടൈസസുകൾ ഏതൊക്കെയാണ്? A, B, C, D, H, G, H, I, J ഇത്രയും വെർട്ടെക്സുകൾ ഉണ്ട്. H എന്ന് പറഞ്ഞ ഗ്രാഫിന്റെ വെർട്ടെക്സ് നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്തു? 1, 2, 4, 3, 1, 2, 3, 4, 5, 6, 7, 8 8 വെർട്ടെക്സുകളുള്ള ഗ്രാഫുകളാണ് ജിയും എച്ചും. ഇത് തമ്മിലുള്ള ഒരു ഐസോമോർഫിസം ഡിഫൈൻ ചെയ്യണം. ഈ ഒരു ഗ്രാഫിൽ നിങ്ങൾക്ക് കളർ വെച്ചിട്ട് തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. A1 എന്ന് പറഞ്ഞ വെർട്ടെക്സിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്, B6 എന്ന് പറഞ്ഞ വെർട്ടെക്സിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്, C യെല്ലോ കളറിലാണ്, അത് ഇവിടെ മാപ്പ് ചെയ്തത് 8 എന്ന് പറഞ്ഞ വെർട്ടെക്സിലേക്കാണ്, D ഏത് വെർട്ടെക്സിലേക്കാണ് മാപ്പ് ചെയ്തിട്ടുള്ളത്? 3 എന്ന് പറഞ്ഞ വെർട്ടെക്സിലേക്കാണ്, G ഗ്രീൻ കളറാണ്, അപ്പൊ അത് 5 എന്ന് പറഞ്ഞ വെർട്ടെക്സിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മാപ്പിംഗ് ആണ് ഈ സൈഡിൽ എഴുതിയിട്ടുള്ളത്. F of A equal to 1, F of B equal to 6, F of C equal to 8, F of D equal to 3, F of G equal to 5, F of H equal to 2. H എവിടേക്കാണ് മാപ്പ് ചെയ്തിട്ടുള്ളത്? 2ലേക്കാണ്. അതുപോലെ F of J equal to I equal to 4. I എന്ന് പറയുന്ന ഈ വെർട്ടെക്സിനെ 4ലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. F of J equal to 7. J എന്ന് പറഞ്ഞ ഇതിനെ 7 എന്നുള്ളതിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നോക്കൂ, ഇതിലെ പ്രത്യേകത A എന്ന് പറഞ്ഞ വെർട്ടെക്സ് എവിടേക്കൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്? Gയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, Hലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, Iലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. A നമ്മൾ ഒരു ഏകദേശം ഒരു ഗ്രീൻ കളർ കൊണ്ട്, ഗ്രീൻ അല്ല സോറി ബ്ലൂ കളർ കൊണ്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അത് G എന്ന് പറയുന്ന ഇതിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, 1 എന്നുള്ളത് 5ലേക്ക് ഒരു മാപ്പ് ഉണ്ട്. അതുപോലെ A എന്ന് പറയുന്നത് Hലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, 1 എന്ന് പറഞ്ഞ സാധനം 2ലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. A എന്ന് പറഞ്ഞ സാധനം Iലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, 1 എന്ന് പറഞ്ഞ സാധനം 4ലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് എടുക്കുക, B ഏതിലേക്കൊക്കെ മാപ്പ് ചെയ്തിട്ടുണ്ട്? ഏതാണ് Bക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുത്തെ വെർട്ടെക്സ്? 6 ആണ്. അപ്പൊ Bയിൽ നിന്ന് Gയിലേക്ക് ഒരു മാപ്പിംഗ് ഉണ്ട്. ഇവിടെ കണ്ടു, Bയിൽ നിന്ന് ഗ്രീനിലേക്ക് ഒരു മാപ്പിംഗ് ഉണ്ട്, Bയിൽ നിന്ന് Hലേക്ക് ഒരു മാപ്പ് ഉണ്ട്, കറസ്പോണ്ടിങ് ആയിട്ട് Bയിൽ നിന്ന് 2ലേക്ക് ഒരു മാപ്പ് ഉണ്ട്, Bയിൽ നിന്ന് J ഈ ഒരു വയലറ്റ് കളറിലേക്ക് ഒരു മാപ്പ് ഉണ്ട്. ഇവിടെ സിമിലർലി Bയിൽ നിന്ന് 7ലേക്ക് മാപ്പ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ ഫംഗ്ഷൻസ് നമുക്ക് പൈ എന്ന് പറയുന്നതും തീറ്റ എന്ന് പറയുന്നതും ഒരു ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുത്തെ ഏത് എഡ്ജ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ 2 വെർട്ടിസസ് ഈ എവിടേക്കാണോ മാപ്പ് ചെയ്തത് അതിലേക്ക് തന്നെയാവുന്നത് കറസ്പോണ്ടിങ് എഡ്ജുകൾ ഇവിടെയും മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇത് E1 ആണെങ്കിൽ ഇവിടെ E1 വരും. അപ്പൊ ഈ E1ന്റെ ഇന്റെ എൻഡ് വെർട്ടിസസുകൾ എയും ജിയും ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് E1ന്റെ എൻഡ് വെർട്ടിസസ് 1 ഉം 5 ഉം ആവും. അതെങ്ങനെ കിട്ടുക? ഈ A1ക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടാവും, G5ലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതാണ് ഈ ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. IG of E equal to UV if and only if IH of theta of E equal to phi of U phi of V ആവണം എന്നുള്ള രീതിയിൽ. അതുപോലെ അടുത്തൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ ഗ്രാഫിന്റെ നിങ്ങൾ എന്ത് ചെയ്യുക? ഐസോമോർഫിസം രണ്ടും എഴുതി നോക്കുക, എന്നിട്ട് ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം A1 B2ലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടാവും, A3 B4ലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടാവും, A2 B5ലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടാവും, A4 B1ലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെയുള്ള ഈ ഒരു മാപ്പിംഗ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ ഗ്രാഫ് എൻറ്റയർലി ഡിഫറെന്റ് ഗ്രാഫുകളാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുമെങ്കിലും
ഈ രണ്ട് ഗ്രാഫുകളും എന്താണ്? ഐസോമോർഫിക് ആണ്. അതുപോലെ വേറെ എക്സാമ്പിൾ ആണിത്. ഇവിടെ നോക്കിക്കോ, 4 വെർട്ടെക്സും 4 എഡ്ജും ഉണ്ട്. ഈ ഇതൊക്കെ എന്താ ചെയ്യുന്നത്? ഇവിടെ എന്താ നിങ്ങൾ നോക്കി, ഈ 3, 4 എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തതാണ്. ഗ്രാഫ് എന്താണ്? സെയിം ഗ്രാഫുകൾ തന്നെയാണ്. വെർട്ടെക്സും അത് നമ്മുടെ കണക്ഷനും നോക്കൂ. 1 എന്ന് പറഞ്ഞ ഗ്രാഫ് വെർട്ടെക്സ് എവിടേക്കൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്? 2 എന്ന് പറയുന്ന വെർട്ടെക്സിലേക്കും 4 എന്ന് പറഞ്ഞ വെർട്ടെക്സിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. 2 എന്ന് പറയുന്ന വെർട്ടെക്സ് എടുക്കുകയാണ് 3ലേക്കും 1ലേക്കും. ഈ ബാക്കിയുള്ള രണ്ട് ഗ്രാഫിലും നോക്കൂ, 1 4ലേക്കും 1 എന്ന് 2ലേക്കും. ഇവിടെയും 1 എന്ന് 2ലേക്കും 1 എന്ന് 4ലേക്കും മാപ്പ് ചെയ്തിട്ടുണ്ട്. 3 എന്ന് പറഞ്ഞ വെർട്ടെക്സ് നോക്കൂ, 4ലേക്കും 2ലേക്കുമാണ്. ഇവിടെയും അതുപോലെ തന്നെ 3 എന്ന് പറഞ്ഞ വെർട്ടെക്സ് 4ലേക്കും 2ലേക്കുമാണ് മാപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും 3 എന്ന് പറഞ്ഞ വെർട്ടെക്സ് 4ലേക്കും 2ലേക്കുമാണ് മാപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഗ്രാഫ് ഐസോമോർഫിസം. അപ്പൊ ഇതുപോലെ എക്സാമ്പിൾ 5, ഇത് ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഈ എക്സാമ്പിളിൽ ഒരു ഗ്രാഫ് G1 G2 എന്നെടുക്കുക. ഇത് തമ്മിലുള്ള ഐസോമോർഫിസം നോക്കുക. അപ്പൊ ഇവിടുത്തെ നോക്കൂ നിങ്ങൾ, എ എന്ന് പറയുന്ന വെർട്ടെക്സ് ബിയിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്, ഡിയിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ രണ്ട് വെർട്ടിസസുകൾ എയും സിയും, അതിൽ രണ്ട് അതർ വെർട്ടിസസുകളുമായിട്ടാണ് റിലേഷൻ. എക്ക് ബിയും ഡിയും ആയിട്ട് റിലേഷൻ ഉണ്ട്, സിക്ക് ബിയും ഡിയും ആയിട്ട് റിലേഷൻ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ബി ഡി എന്ന് പറയുന്ന രണ്ട് വെർട്ടെക്സുകൾക്ക് 3 വെർട്ടെക്സുകളുമായിട്ട് അല്ലെ, ബാക്കി 3 വെർട്ടെക്സുകളുമായിട്ട് റിലേഷൻ ഉണ്ട്. ഇനി ഈ ഗ്രാഫ് കൺസിഡർ ചെയ്ത് നോക്കൂ, അതുപോലെ തന്നെ അല്ലേ. ഇ എന്ന് പറയുന്നതും എച്ച് എന്ന് പറയുന്നതും രണ്ട് വെർട്ടെക്സുകൾക്ക് 2 എഡ്ജുകളേ ഉള്ളൂ. എഫ് എന്ന് പറയുന്നതും ജി എന്ന് പറയുന്നതും എഡ്ജുകൾക്ക് വെർട്ടെക്സുകൾക്ക് എന്തുണ്ട്? 3 എഡ്ജുകൾ വീതമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഒരു ഐസോമോർഫിസം ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ ഗ്രാഫിന്റെ വെർട്ടെക്സ് സെറ്റിൽ നിന്ന് ഈ ഗ്രാഫിന്റെ വെർട്ടെക്സ് സെറ്റിലേക്ക് ഒരു 1, 1, 1, 2 ഫംഗ്ഷനും, ഈ ഗ്രാഫിന്റെ ഫസ്റ്റ് ഗ്രാഫിന്റെ എഡ്ജ് സെറ്റിൽ നിന്ന് സെക്കൻഡ് ഗ്രാഫിന്റെ എഡ്ജ് സെറ്റിലേക്ക് 1, 1, 1, 2 ആയിട്ടുള്ള ഒരു ഫംഗ്ഷനും നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, ആ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും IG of E equal to UV ആണെങ്കിൽ if and only if IH of theta E equal to phi of U, phi of E ആണെന്നും കാണാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഗ്രാഫ് ഐസോമോർഫിസത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഒരു കൺസോളിഡേറ്റ് എങ്ങനെ നമ്മൾ ഒരു ഗ്രാഫ് ഐസോമോർഫിസം ചെക്ക് ചെയ്യാം? എല്ലാ കേസിലും ഈ ഒരു ഐസോമോർഫിക് ആണോ എന്ന് പറയണമെങ്കിൽ, ആണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. ഇനി അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഒരു സാധനം ഐസോമോർഫിക് അല്ല എന്ന് പറയണമെങ്കിലോ കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ച സാധനങ്ങൾ വെച്ചിട്ട് എന്തൊക്കെ നമുക്ക് പറയാം? രണ്ട് ഗ്രാഫുകളുണ്ട്. നേരത്തെ ഫസ്റ്റ് എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ എക്സാമ്പിൾ എടുത്തോളൂ. ജി ഡാഷ് രണ്ട് ഗ്രാഫുകളുണ്ട്. ജിയിലുള്ള നമ്പർ ഓഫ് വെർട്ടിസസ് എന്തിനു സെയിം ആവണം? ജി ഡാഷിലുള്ള നമ്പർ ഓഫ് വെർട്ടിസസിന് സെയിം ആവണം. അപ്പോഴല്ലേ നമുക്കൊരു 1, 1, 1, 2 ഫംഗ്ഷൻ കിട്ടുള്ളൂ. ജിയിൽ നിന്ന് ജി ഡാഷിലേക്ക് വെർട്ടെക്സ് സെറ്റുകൾ തമ്മിൽ. അപ്പോൾ രണ്ട് ഗ്രാഫുകൾ ഐസോമോർഫിസം ആണോ അല്ല എന്ന് പറയണമെങ്കിൽ അല്ലെ, അതിന്റെ ആദ്യം നമുക്ക് എന്ത് ചെക്ക് ചെയ്താൽ മതി? അതിന്റെ നമ്പർ ഓഫ് വെർട്ടിസസ്, രണ്ട് ഗ്രാഫിന്റെ നമ്പർ ഓഫ് വെർട്ടിസസ് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഐസോമോർഫിസം ആണ് എന്ന് പറയാൻ പറ്റൂല. പക്ഷെ ഈ നമ്പർ ഓഫ് വെർട്ടിസസ് സെയിം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഐസോമോർഫിക് അല്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ രണ്ടിലും 5 എണ്ണം വീതമുള്ളത്. സപ്പോസ് ഇവിടെ ഒരു വെർട്ടെക്സ് ഇല്ല, V4 ഡാഷ് എന്ന് പറഞ്ഞ വെർട്ടെക്സ് ഇല്ല എന്ന് നോക്കുക. അപ്പൊ ഇതിലെത്ര 4 ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്കൊരു 1, 1, 1, 2 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതെന്തല്ല? ഐസോമോർഫിക് അല്ല. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്പർ ഓഫ് എഡ്ജസ്, രണ്ട് ഗ്രാഫിന്റെ നമ്പർ ഓഫ് എഡ്ജസ് സെയിം അല്ല എന്നുണ്ടെങ്കിൽ അതെന്തല്ല എന്ന് പറയാൻ പറ്റും? ഐസോമോർഫിക് അല്ല എന്ന് പറയാൻ പറ്റും. പിന്നെ ഒരു സാധനങ്ങളും കൂടെ ഉണ്ട്. നമുക്ക് എന്ത് പറയാൻ പറ്റും? നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിഗ്രി സീക്വൻസ് അല്ലെ. എന്തായിരുന്നു ഡിഗ്രി സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1ൽ നിന്ന് എത്ര എഡ്ജുകളുണ്ട്, എത്ര വെർട്ടെക്സുമായിട്ട് അഡ്ജസന്റ് ആയിട്ട് 2 എണ്ണം. അപ്പൊ അതിലെ ഡിഗ്രി സീക്വൻസിൽ ഒരു എലമെന്റ് ആണ് 2. അതുപോലെ ഇവിടെ നിന്നും 2 ആണ് അല്ലെ. ഇതിലെ എല്ലാ എലമെന്റ്സും ഡിഗ്രി സീക്വൻസ് 2 ആണ്. ഈ ഗ്രാഫ് എടുത്ത് നോക്കൂ. ഇതിലെ ഈ ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി സീക്വൻസ് ഇവിടെ 3 വരും, ഇവിടെ 2 വരും, ഇവിടെ 2 വരും, ഇവിടെയും 3 വരും. അപ്പൊ ഇതിന്റെ ഡിഗ്രി സീക്വൻസ് 2, 2, 3, 3 എന്നാ വരും. അപ്പൊ ഈ ഒരു സീക്വൻസ് ബാക്കി എല്ലാ ഗ്രാഫും റിസർവ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഐസോമോർഫിക് എന്ന് പറയാൻ പറ്റില്ല. ഐസോമോർഫിസത്തിന്റെ ചാൻസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പോലും പറ്റുള്ളൂ. ഈ ഡിഗ്രി സീക്വൻസ് പ്രിസർവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ഐസോമോർഫിക് അല്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ തന്ന എക്സാമ്പിൾസിലൊക്കെ നിങ്ങൾ ഡിഗ്രി സീക്വൻസും കൂടെ എഴുതി നോക്കുക. എന്നിട്ട് രണ്ട് ഗ്രാഫിന്റെയും ഡിഗ്രി സീക്വൻസ് സെയിം ആണോ അല്ലേ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഐസോമോർഫിസമായിട്ട്. ഇനി ഒരു ഡിസ്കഷൻ എന്നുള്ള നിലയ്ക്ക് ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്താണ്? ഒരു നമ്മുടെ ഗ്രാഫ്, രണ്ട് ഗ്രാഫുകൾ ഐസോമോർഫിക് ആണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഗ്രാഫുകളുടെ
നമ്പർ ഓഫ് വെർട്ടിസസും നമ്പർ ഓഫ് എഡ്ജസും വല്ലാണ്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ലാർജ് ആണെങ്കിൽ നമുക്കതിന്റെ ഐസോമോർഫിസം ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. എന്താണ് അപ്പോൾ സംഭവിക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് നോക്കുക, ഹൗ മെനി നോൺ ഐസോമോർഫിക് സിമ്പിൾ ഗ്രാഫ് ആർ ദർ വിത്ത് വെർട്ടിസസ് 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വെർട്ടെക്സ് മാത്രമുള്ള ഒരു ഗ്രാഫ് എടുക്കുക. ആ ഗ്രാഫിനോട് നോൺ ഐസോമോർഫിക് ആയിട്ടുള്ള സിമ്പിൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ, റിപ്പീറ്റഡ് എഡ്ജുകൾ ഉണ്ടാവാൻ പാടില്ല, അതുപോലെ ലൂപ്പ് ഉണ്ടാവാൻ പാടില്ല, പാരലൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എഡ്ജ് ഉണ്ടാവാൻ പാടില്ല, ലൂപ്പ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ ഗ്രാഫിനെയാണ് സിമ്പിൾ ഗ്രാഫ് എന്ന് പറയാം. അപ്പോൾ ഒരു വെർട്ടെക്സ് മാത്രമുള്ള എത്ര നോൺ ഐസോമോർഫിക് സിമ്പിൾ ഗ്രാഫ് ഉണ്ടാവും? ഒന്നേ ഉണ്ടാവുള്ളൂ. രണ്ട് വെർട്ടെക്സ് ഉള്ളതാണെങ്കിലോ, രണ്ട് വെർട്ടെക്സ് മാത്രമുള്ള എത്ര നോൺ ഐസോമോർഫിക് ഉണ്ടാവും അല്ലെ? ഒന്നെന്ത് ചെയ്യാം, വെറും രണ്ട് വെർട്ടെക്സ് മാത്രം വരച്ചു വെക്കാം, ഒരു എഡ്ജ് പോലും ഇല്ല. അങ്ങനെ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യും. വേറൊരു ഗ്രാഫ് എന്ത് ചെയ്യുക, രണ്ട് വെർട്ടെക്സും ആ രണ്ട് വെർട്ടെക്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരൊറ്റ എഡ്ജും. അപ്പൊ എന്താ, ഈ രണ്ട് ഗ്രാഫുകൾ തമ്മിൽ ഐസോമോർഫിക് അല്ലല്ലോ, നോൺ ഐസോമോർഫിക് ആണല്ലോ. കാരണം എന്താ, രണ്ട് വെർട്ടെക്സ് ഉള്ള ഗ്രാഫ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രാഫിലെ എഡ്ജിന്റെ എണ്ണം 0 ആണ്, രണ്ടാമത്തെ ഗ്രാഫിലെ എഡ്ജിന്റെ എണ്ണം 1 ആണ്. അതുകൊണ്ട് അതെന്തല്ല, ഐസോമോർഫിക് അല്ല. അപ്പൊ രണ്ട് എലമെന്റ് ഉള്ള, രണ്ട് വെർട്ടെക്സ് ഉള്ള രണ്ട് നോൺ ഐസോമോർഫിക് ഗ്രാഫ് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക, മൂന്ന് വെർട്ടെക്സുകളുള്ള എത്ര നോൺ ഐസോമോർഫിക് ആയിട്ടുള്ള ഗ്രാഫുകൾ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്താണ്, മൂന്ന് വെർട്ടെക്സ് ഉണ്ട്, അത് ഫിക്സഡ് ആണ് അല്ലെ. അപ്പൊ ഓരോ വെർട്ടെക്സ് സെറ്റിൽ നിന്ന് നമുക്ക് എന്താണ് ഇത് വരയ്ക്കാൻ പറ്റും, അത് ഐസോമോർഫിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ 1, 1, 1, 2 ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ എന്താണ്, എഡ്ജുകൾ. അപ്പൊ മൂന്ന് വെർട്ടെക്സ് മാത്രമുള്ള ഗ്രാഫിൽ എത്ര ഡിഫറെന്റ് പോസിബിലിറ്റിയിൽ എഡ്ജസ് വരയ്ക്കാൻ പറ്റും എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. അതുപോലെ ഈ 4 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ് എടുക്കുക, അതിൽ എത്ര ഡിഫറെന്റ് പോസിബിലിറ്റിയിൽ നിങ്ങൾക്ക് എഡ്ജസ് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാധനങ്ങൾ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ്, 2 ഗ്രാഫ്സ് ആർ ഐസോമോർഫിക് ദെൻ നമ്പർ ഓഫ് വെർട്ടിസസ് ആൻഡ് നമ്പർ ഓഫ് എഡ്ജസ് ആർ സെയിം അല്ലെ. രണ്ട് ഗ്രാഫുകളും ഐസോമോർഫിക് ആണെങ്കിൽ രണ്ടും തമ്മിൽ എന്തായിരിക്കണം, അതിന്റെ നമ്പർ ഓഫ് വെർട്ടിസസും നമ്പർ ഓഫ് എഡ്ജസും സെയിം ആയിരിക്കണം. അപ്പൊ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് മുകളിലത്തെ എക്സാമ്പിൾസ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇവിടെ വെർട്ടെക്സ് ഫിക്സ്ഡ് ആണ് അല്ലെ, ഒന്നുകിൽ ഒരു വെർട്ടെക്സ്, അല്ലെങ്കിൽ രണ്ട് വെർട്ടെക്സ്, അല്ലെങ്കിൽ 3 വെർട്ടെക്സ്, അല്ലെങ്കിൽ 4 വെർട്ടെക്സ്. അപ്പോൾ രണ്ട് വെർട്ടെക്സ് മാത്രമായിട്ട് ഡിഫറെന്റ് എത്ര എഡ്ജുകൾ കൊടുക്കാൻ പറ്റും, അതാണ് അതിലെ നമ്പർ ഓഫ് നോൺ ഐസോമോർഫിക് സിമ്പിൾ ഗ്രാഫ്സ് വരിക. അതുപോലെ 3 വെർട്ടെക്സ് ഫിക്സ് ചെയ്തിട്ട് എത്ര ഡിഫറെന്റ് നമ്പർ ഓഫ് എഡ്ജസ് നിങ്ങൾക്ക് അതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. അതുപോലെ 4 വെർട്ടെക്സ് ഉണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് എഡ്ജസ് ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക. ഈസ് ദ എബോവ് പോയിന്റ് ഈസ് സഫിഷ്യന്റ് ടു സേ ദാറ്റ് 2 ഗ്രാഫ്സ് ആർ ഐസോമോർഫിക് ആണെന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ രണ്ട് ഗ്രാഫുകൾ, അതിന്റെ നമ്പർ ഓഫ് വെർട്ടിസസും നമ്പർ ഓഫ് എഡ്ജസും സെയിം ആണ്, പക്ഷെ അത് ഐസോമോർഫിക് ആണോ അല്ലേ? ഇനി അല്ല എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും, അല്ല എന്ന് അല്ലെ. കാരണം എന്താണ്, എഡ്ജും ഇതും മാത്രം സെയിം ആയി എന്ന് വെച്ചാൽ നമുക്ക് ഐസോ 1, 1, 1, 2 ഫംഗ്ഷൻ ചിലപ്പോൾ ഡിഫൈൻ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അതിന് ഒരു കൗണ്ടർ എക്സാമ്പിൾ നിങ്ങൾ കണ്ടുപിടിച്ച് വരിക. എന്തിനാണ് കൗണ്ടർ എക്സാമ്പിൾ വേണ്ടത്? രണ്ട് ഗ്രാഫുകൾ വരയ്ക്കുക, രണ്ട് ഗ്രാഫുകൾക്കും ഒരേ നമ്പർ ഓഫ് വെർട്ടിസസും സെയിം നമ്പർ ഓഫ് എഡ്ജസും വേണം, പക്ഷെ എന്താവരുത്, അത് ഐസോമോർഫിക് ആവരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു സെക്ഷൻ ഇതോടുകൂടെ വൈൻഡപ്പ് ചെയ്യാണ്, ഗ്രാഫ് ഐസോമോർഫിസം എന്നുള്ള സെക്ഷൻ.